നിങ്ങളെല്ലാവരും ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെയാണ്. എന്നാൽ നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് സേഫ് ആണോ എന്ന് നമുക്കിങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായം ഇല്ലാതെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് എത്ര ഡിവൈസിൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമ്മളത് അല്ലാതെ ഉള്ള ഡിവൈസുകൾ നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്ത് നിങ്ങളെ ഗൂഗിൾ അക്കൗണ്ട് സേഫ് ആക്കാനും ഈ ഓപ്ഷൻ സഹായിക്കും. അപ്പോൾ ആ ഓപ്ഷൻ എവിടെയാണ് കിടക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് അതെടുക്കേണ്ടത്, കൂടുതൽ കാര്യമൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ മിസ് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളാദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ശേഷം ഗൂഗിൾ അക്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് സൈനിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആദ്യത്തെ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ഓപ്ഷനിൽ തന്നെയാണ് പോകുന്നത്. ഈ ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. ഇതിൽ നമ്മളെ ഇമെയിൽ ID ഒക്കെ കാണാൻ സാധിക്കും. ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് നമ്മളാരെങ്കിലും അറിയാതെ ഏതെങ്കിലും ഡിവൈസിൽ ചോർത്തിക്കൊണ്ട് പോകുന്നുണ്ടോ എന്ന് നമുക്ക് ഗൂഗിൾ വഴി തന്നെ കണ്ടുപിടിച്ച് മനസ്സിലാക്കാനും സാധിക്കും. അത് വേണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും സാധിക്കും. അതിനായിട്ട് അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്നാണ് അടുത്ത് പറയുന്നത്. അതിനു മുന്നേ ഇവിടെ നിങ്ങൾക്ക് ഏത് അക്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഈ അക്കൗണ്ട് വേണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട അക്കൗണ്ട് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ അക്കൗണ്ട് തന്നെ എടുക്കുകയാണ്. ശേഷം ഇവിടെ മുകളിൽ പേഴ്സണൽ ഇൻഫോ, ഡാറ്റ ആൻഡ് പ്രൈവസി, അങ്ങനെ കുറേ സെക്യൂരിറ്റി, അങ്ങനെ കുറേ ഓപ്ഷനൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറച്ച് താഴോട്ടേക്ക് പോവുക. നിങ്ങളുടെ പാസ്വേഡൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കിടക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴോട്ടേക്ക് പോവുക. അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഇവിടെയാണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് മാനേജ് ആൾ ഡിവൈസ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഗൂഗിൾ അക്കൗണ്ട് എത്ര ഡിവൈസിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസുകളൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നോക്കുകയാണ്. ആൻഡ്രോയിഡ് TV, ഡിഷ് TV, ഇത് നിങ്ങളാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ ഇത് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഡിവൈസ് തന്നെയാണ്. എല്ലാം എൻ്റെ ഡിവൈസ് തന്നെയാണ്. ഇത് നിങ്ങളുടെ ഡിവൈസ് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പാസ്വേഡ് ചോദിക്കും. ഫോണിൻ്റെ പാസ്വേഡാണ്, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് ഫോണിൽ നമ്മൾ ലോഗിൻ മാറ്റണമെങ്കിൽ അങ്ങനെ ചോദിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ TV ഇതെടുക്കുകയാണ്, കാരണം ഫോണിൽ അത് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ TV ഇതെടുക്കുകയാണ്. ശേഷം ഇവിടെ നിങ്ങളത് അല്ല പക്ഷെ നിങ്ങൾ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ സൈൻ ഔട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളെ ഗൂഗിൾ പാസ്വേഡ് തന്നെ അങ്ങ് മാറ്റിക്കളെ. ഗൂഗിൾ പാസ്വേഡ് എങ്ങനെയാണ് പെർമനൻ്റായിട്ട് മാറ്റാനുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങളെ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങളത് അല്ലാത്തുള്ള ഏതെങ്കിലും ഡിവൈസിലുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാനും അത് റിമൂവ് ചെയ്യാനും ഈ ഒരു ഓപ്ഷൻ നിങ്ങളെ സഹായിക്കും. ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമൊന്നും വേണ്ട, വളരെ കൃത്യമായി അത് സഹായിക്കും.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടിട്ടുള്ള ബെല്ലേക്ക് ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആളെ നിമിഷം കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങളെ ഫോണിൽ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നാളെ കാണാം. അതുവരെയും ഗുഡ് ബൈ.